അർജുന്റെ കൈകളിൽ ഗ്രാമത്തിന്റെ മഹത്വമുണ്ടായിരുന്നു. ബന്ധുക്കൾ തടഞ്ഞു, ലോകം അവനെ അപമാനിച്ചു. ഗുരുവിന്റെ വാക്കുകൾ വീണ്ടും അവനിൽ വിശ്വാസം നൽകി. എല്ലാവർക്കും നൽകി മറുപടി തന്റെ ബാറ്റ് ഉപയോഗിച്ച്. ജയിച്ചത് അവനാണ്. ആർക്കാണോ യഥാർത്ഥ സ്വപ്നമുണ്ടായിരുന്നത്? ഗ്രാമത്തിലെ ഓപ്പൺ ഗ്രൗണ്ടിൽ അർജുൻ തന്റെ കൂട്ടുകാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ക്രിക്കറ്റ് അവനെ സംബന്ധിച്ച ഒരു കളി മാത്രമല്ല, അത് അവന്റെ സ്വപ്നമാണ്. ഓരോ ഷോട്ടും അടിച്ചതിനു ശേഷം അവന്റെ കണ്ണുകളിൽ ഭാവിയെക്കുറിച്ചുള്ള പ്രകാശമുണ്ടായിരുന്നു. അർജുൻ, എന്തിനാ ക്രിക്കറ്റിൽ നിന്റെ സമയത്തിനെ കളയുന്നത്? നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയാനാ ക്രിക്കറ്റ് എന്നത് നിന്നെ പോലെ ആൾക്കാർക്ക് അല്ല എന്ന്? തലവൻ സാറേ, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്ക് നിന്റെ അനിയത്തിനെ കാണാനുള്ള ചുമമുണ്ടല്ലോ. നിന്റെ ശ്രദ്ധയെ നിന്റെ ജോലിയിൽ മാത്രം കാണിക്കേ, ക്രിക്കറ്റിൽ കാണിക്കല്ലേ. കാരണം നിന്റെ ഭാവി ക്രിക്കറ്റ് ഒന്നും അല്ല. നിന്നെ കൊണ്ട് ഒരു നല്ല പ്ലെയർ ആയിട്ട് ആവാൻ പറ്റില്ല. ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടിരുന്ന ചെറുക്കന്മാർ നേതാവ് പറയുന്നത് മിണ്ടാതെ കേട്ടോ. അർജുന്റെ കണ്ണുകളിലുണ്ടായിരുന്ന പ്രകാശം കുറേശ്ശെ മങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു പക്ഷേ പ്ലെയർ ആവാൻ പറ്റുമെങ്കിൽ അത് എന്റെ മോനെ ഗണേഷ് മാത്രമാണ്. അവന് കയ്യിൽ ബാറ്റ് എടുത്താൽ ആൾക്കാർ എന്താ പറയുന്നതെന്ന് അറിയോ? ഇവനാണ് ഇന്ത്യന്റെ അടുത്ത സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നു. പക്ഷേ നീ ബാറ്റ് പിടിക്കുമ്പോൾ നീ പിടിക്കുന്നത് ബാറ്റ് പോലെയല്ല, കുച്ച് പോലെ ഉണ്ടെന്ന് പറയുന്നത് നിനക്ക് മനസ്സിലാവണം. അതായത് ക്രിക്കറ്റിനും ഗില്ലിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന്. ഇങ്ങനെ പറഞ്ഞ് നേതാവ് അർജുനെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. അർജുൻ ഒരുപാട് സമയം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. പിന്നെ പതിയെ തന്റെ വീട്ടിലേക്ക് അവൻ പുറപ്പെട്ടു. വീട്ടിലേക്ക് ചെന്നതും നേതാവ് ഇരുന്നു. എന്നിട്ട് തന്നെ ചിരിക്കാൻ തുടങ്ങി. എന്ത് കാര്യമാണച്ചാ നിങ്ങളിൽ തന്നെ തിരിച്ചുകൊണ്ടിരിക്കുന്നു? ചിരിക്കാതെ എന്ത് ചെയ്യണം? എപ്പോഴൊക്കെ അർജുൻ ക്രിക്കറ്റ് കളിക്കുന്നത് കാണുന്നുണ്ടോ എനിക്ക് ഒരുപാട് ചിരി വരുന്നുണ്ട്. അവൻ എത്ര നന്നായിട്ട് കഴിച്ചാലും നിന്നേക്കാളും ഒരുപാട് നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല. അവന്റെ കയ്യിൽ ബാറ്റും പാളും കാണുമ്പോൾ ഗില്ലിയും കൊച്ചും കാണുന്നത് പോലെ ഉണ്ട്. ഗണേഷ് ആദ്യം പതിയെ ഒന്ന് ചിരിച്ചു. പിന്നെ അടുത്ത ക്ഷണം തന്നെ വളരെ സീരിയസ് ആയി. അച്ഛാ, നിങ്ങൾ പറയുന്നത് നേരാണ്. പക്ഷേ ഇന്നൊരു സത്യവും ഉണ്ട്. അതിനെ നമ്മൾ ഏൽക്കാതിരിക്കാൻ പറ്റില്ല. ഏത് സത്യമാണ്? പറയണമെങ്കിൽ അർജുൻ ഒരുപാട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവന് ക്രിക്കറ്റിന്റെ ടെക്നിക്സ് മാത്രം അറിയാൻ പറ്റില്ല. അവന് ഒരു നല്ല ട്രെയിനർ കിട്ടിയാൽ നാളെ തന്നെ അവൻ ഒരു നല്ല പ്ലെയറായി മാറിപ്പോവും. ഇത് കേട്ടതും നേതാവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഗണേഷ്, എന്റെ സമയത്തിനെയും പൈസയെയും നിന്റെ നേരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ക്രിക്കറ്റിൽ ഇഷ്ടമില്ല. നീ അല്ലാതെ വേറെ ആരും സെലക്ട് ആവാൻ പറ്റില്ല. എന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ക്രിക്കറ്റിൽ നിന്റെ പേര് മാത്രമാണ് ഫേമസ് ആവണം. നിങ്ങൾ വിഷമിക്കണ്ട അച്ഛാ, അങ്ങനെ തന്നെ നടക്കും. മറ്റൊരു വശത്ത് അർജുൻ തന്റെ വീട്ടിലേക്ക് ചെന്നു. അവന്റെ മുഖത്ത് വിഷമം നന്നായി കാണാൻ സാധിച്ചു. എന്തുപറ്റി ഏട്ടാ? എന്തിനാ നിന്റെ മുഖത്ത് ഇത്രയും വിഷമം നിറഞ്ഞിരിക്കുന്നത്? ഞാൻ എപ്പോൾ ക്രിക്കറ്റ് കളിച്ചാലും ഗ്രാമത്തിലെ ആൾക്കാർ എല്ലാവരും എന്നെ പുകഴ്ത്തിയേക്കും. ഈ തലവൻ സാർ അല്ലാതെ എന്നെ എപ്പോൾ കണ്ടാലും എന്നെ വീക്കായിട്ട് ഫീൽ ആവാൻ ശ്രമിക്കുന്നു. പിന്നെ ഒരുപാട് കളിയാക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് വേദനയായിട്ടുണ്ട്. അർച്ചന, ചില സമയങ്ങളിൽ എനിക്ക് ക്രിക്കറ്റ് കളിക്കണ്ട എന്ന് തോന്നുന്നുണ്ട്. അർച്ചന ഇത് കേട്ടതും ഞെട്ടിപ്പോയി. ചേട്ടാ, വീണ്ടും നീ ക്രിക്കറ്റ് കളിക്കുന്നത് വിടുമെന്ന് മാത്രം പറയരുത്. ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? നേതാവിന്റെ മകൻ ഗണേഷും ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിൽ അദ്ദേഹത്തിന്റെ മകൻ മാത്രം വിജയിക്കണമെന്ന് അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്നത് അദ്ദേഹത്തിന് താങ്ങാനാവുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. നീ ഒരുപക്ഷെ ക്രിക്കറ്റ് വിട്ടുകളഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ അദ്ദേഹം വിജയിക്കും. അർച്ചനയുടെ ശബ്ദത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഏട്ടാ. നിങ്ങൾ ഒരു ദിവസം വലിയ പ്ലെയറായി മാറും. തന്റെ അനിയത്തി പറഞ്ഞത് കേട്ടതും തന്നെ അർജുന്റെ മനസ്സിൽ വീണ്ടും ആത്മവിശ്വാസം വന്നു. അർച്ചന, നിന്റെ വാക്കുകളാണ് എനിക്ക് ഒരുപാട് വിശ്വാസം തരുന്നുണ്ട്. നീ പറയുന്നത് നേരാണ്. ഞാൻ എൻ്റെ പൂർത്തി പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രയത്നങ്ങൾ കൈവിടില്ല. വർഷങ്ങൾ പതിയെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അർജുൻ തുടർന്ന് തന്റെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. അവന്റെ സ്വപ്നത്തിന്റെ വേഗത ഒട്ടും കുറഞ്ഞില്ല. അപ്പോഴാണ് ഒരു ദിവസം ആ ഗ്രാമം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. ഗ്രാമത്തിന്റെ നടുക്ക് നേതാവ് അവരെല്ലാരെയും വിളിച്ചുകൂട്ടി. കാരണം ഇപ്പോൾ അദ്ദേഹം ഒരു വലിയ അറിയിപ്പ് നൽകാൻ പോവുകയാണ്. ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാർക്കും, പിന്നെ ഇവിടെ ഇരിക്കുന്ന യുവാക്കൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതായത് ഈ കൊല്ലം നമ്മുടെ ഗ്രാമത്തിൽ ആദ്യമായിട്ട് IPL ടൂർണമെന്റ് ഒന്ന് നടത്താൻ പോകുന്നുണ്ട്. ഈ ടൂർണമെന്റിൽ നമ്മുടെ ഗ്രാമത്തിലിരിക്കുന്ന വെവ്വേറെ ടീമും പങ്കെടുക്കാം. ഓരോരോ ടീമും അവരുടെ സ്റ്റേറ്റിനെയും അവരുടെ ഏരിയയെയും പ്രതിഫലിക്കുമായിരിക്കും. ഈ ടൂർണമെന്റ് വെറും കളി മാത്രമല്ല, നമ്മളുടെ ഗ്രാമത്തിലിരിക്കുന്ന ടാലൻറ്റിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇതൊരു വലിയ സന്ദർഭമായിട്ടുണ്ടാവും. ഈ ലീഗിൽ 4 ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആദ്യത്തെ ടീം ശിവാജി 11,
രണ്ടാമത്തെ ടീം പവർഫുൾ സ്ട്രൈക്കേഴ്സ്, മൂന്നാമത്തെ ടീം കൃഷി സിംഹങ്ങൾ, പിന്നെ നാലാമത്തെ ടീം യൂത്ത് സ്റ്റാർ ക്ലബ്. ഓരോരോ ടീമിലും ഗ്രാമത്തിലിരിക്കുന്ന കഴിവുള്ള യുവാക്കൾ സെലക്ട് ആവാൻ പോകുന്നുണ്ട്. മാച്ചുകളൊക്കെ റൂൾസ് പ്രകാരമാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ഏതൊരു ടീമാണ് വിൻ ചെയ്യുന്നത് അവരെ ഗൗരവിച്ച് ട്രോഫി പിന്നെ പ്രൈസ് മണിയും കിട്ടാൻ പോകുന്നുണ്ട്. നേതാവ് സംസാരിച്ചു കഴിഞ്ഞതും തന്നെ അവിടെയുള്ള എല്ലാവരും കൈതട്ടി സന്തോഷിച്ചു. അത്ഭുതം തലവൻ സാറേ, നിങ്ങൾ ഒരുപാട് കളക്കിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യവും വിൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഗ്രാമത്തലവന്റെ മകൻ ഗണേശാണ്. ഇത് കേട്ടതും ചിലരൊക്കെ ചിരിക്കാൻ തുടങ്ങി. അർജുൻ അവിടെ നിന്നുകൊണ്ട് എല്ലാം കേൾക്കുകയായിരുന്നു. അവന്റെ മനസ്സിൽ സന്തോഷവും ഉണ്ടായിരുന്നു, പേടിയും ഉണ്ടായിരുന്നു. നാളെ മുതൽ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ ടാലന്റ് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നത് അവരെല്ലാം ഗ്രൗണ്ടിലേക്ക് വന്ന് ട്രയൽ തരണം. എല്ലാവരുടെയും റൂൾസ് പ്രകാരമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഏതൊരു പ്ലെയറാണോ നന്നായിട്ട് കളിക്കുന്നത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്ഥലം കിട്ടും. അർജുന്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. ഈ അവസരം അവന് തന്നെ കിട്ടിയതുപോലെ അവന് തോന്നി. കുറച്ചു സമയത്തിനു ശേഷം അർജുൻ വീട്ടിലേക്ക് ചെന്നു. അവന്റെ മുഖത്ത് വിശ്വാസവും നല്ല പേടിയും ഉണ്ടായിരുന്നു. അർച്ചന, ഇന്ന് ഗ്രാമത്തലവൻ നമ്മളുടെ ഗ്രാമത്തിൽ IPL പോലെ ഒരു ടൂർണമെന്റ് കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനും ആ ടീമിൽ സെലക്ട് ആവണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയും, അതായത് തലവൻ സാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ടീമിൽ എനിക്ക് സ്ഥലം കിട്ടില്ല. ശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഏട്ടാ? നീ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, നീ നേരിട്ട് ചെന്ന് ആ നേതാവിനെ നോക്കണം. അദ്ദേഹത്തോട് എന്തു പറയണമെന്നാൽ നിന്നെയും അദ്ദേഹത്തിന്റെ ടീമിൽ ചേർക്കാനായി പറ. ഒരുപക്ഷെ നീ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നിനക്ക് അവസരം കിട്ടുക? അർജുൻ കുറച്ചു സമയം മിണ്ടാതെ നിന്നു. അവൻ അർജുൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അന്ന് രാത്രി അർജുൻ ഒരുപാട് സമയം വരെ ഉറങ്ങാതെ ഇരുന്നു. അവന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ തന്റെ സ്വപ്നത്തിനു വേണ്ടി നേതാവിന്റെ മുൻപിൽ ചെന്ന് നിൽക്കാനാകുമോ എന്ന്. അർജുൻ അടുത്ത ദിവസം തന്നെ മുഴുവൻ വിശ്വാസത്തോടെ നേതാവിന്റെ വീട്ടിലേക്ക് ചെന്നു. ഹലോ അർജുൻ, നീ എൻ്റെ വീട്ടിൽ എന്താ ചെയ്യുന്നത്? തലവൻ സാറേ, ഇന്നലെ നിങ്ങൾ IPL അനൗൺസ് ചെയ്തല്ലേ? അപ്പോൾ എല്ലാവരുടെ മുൻപിലും നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് ധൈര്യം വന്നിട്ടില്ല. ഞാൻ നിങ്ങളുടെ ടീമിൽ ചേരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അർജുൻ പറഞ്ഞത് കേട്ടതും നേതാവ് ചിരിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ സെലക്ട് ചെയ്യില്ലാന്ന് നിനക്ക് തന്നെ നന്നായിട്ട് അറിയും. അത് അറിഞ്ഞിരുന്നും നീ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നോ? നിന്റെ ധൈര്യത്തിനെ പാരാട്ടിയപ്പെട്ടുള്ളൂ. അതുമാത്രമല്ല, എന്നെ കൊണ്ട് ഈ നിർണയത്തിന് ഒറ്റയ്ക്കെടുക്കാൻ പറ്റില്ല. എല്ലാ തീരുമാനങ്ങളും ഇപ്പോൾ ഗണേശന്റെ അടുത്താണ് ഉണ്ട്. അവന്റെ അടുത്ത് ചെന്ന് സംസാരിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് നേതാവ് അവിടെ നിന്നും പുറപ്പെട്ടു. ഗണേഷ്, ഞാൻ നിന്റെ ടീമിൽ ചേരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗണേഷ് പതുക്കെ ചിരിച്ചു. അതിനുശേഷം അവൻ എന്ത് പറഞ്ഞെന്നാൽ, നീ എന്താ വിചാരിക്കുന്നുണ്ട്? ബാറ്റ് കൊണ്ട് 2-3 ഷോട്ട് അടിച്ചോടും തന്നെ ഒരുത്തൻ നല്ല പ്ലെയർ ആയിട്ടാവാൻ പറ്റുമോ? ഇവിടെ നോക്ക അർജുൻ, ഗ്രാമത്തിലെ ഗ്രൗണ്ടിൽ ചെക്കന്മാരോട് ആടുന്നതും പിന്നെ IPL ഗ്രൗണ്ടിൽ ആടുന്നതും വേറെ വേറെ കാര്യങ്ങളാണ്. നീ ഈ ഗ്രാമത്തിലെ പിള്ളേരോട് ആടിക്കോളൂ. കാരണം ഞങ്ങളുടെ ടീമിൽ ആടാൻ നിനക്ക് അർഹതയില്ലായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ഗണേഷ് അവിടെ നിന്നും പോയി. അർജുന്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. അർജുൻ അവിടെ നിന്നും വീട്ടിലേക്ക് പതുക്കെ വന്നു. അർജുൻ നടന്ന കാര്യങ്ങളെല്ലാം തന്റെ അനിയത്തി അർച്ചനയോട് പറഞ്ഞു. ഏട്ടാ, എന്ത് സംഭവിച്ചാലും ശരി, നീ നിന്റെ ധൈര്യം കൈവടിയരുത്. എനിക്ക് വിശ്വാസമുണ്ട്, ഒരു ദിവസം നേതാവും പിന്നെ ഗണേഷും വേറെ വഴിയില്ലാതെ നിൽക്കും. നീ കളിക്കുന്നത് കണ്ടിട്ട് വേറെ വഴിയില്ലാതെ അവർ തന്നെ നിന്നെ പുകഴ്ത്തി പറഞ്ഞു. അർച്ചനയുടെ വാക്കുകൾ തളർന്നിരുന്ന് അർജുന്റെ മനസ്സിന് ഒരു ധൈര്യം നൽകി. അടുത്ത ദിവസം അർജുൻ വളരെ വിഷമത്തോടെ ഗ്രൗണ്ടിലേക്ക് ചെന്നു. എന്നിട്ട് തനിച്ച് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അവൻ വീണ്ടും വീണ്ടും ബോൾ എടുത്തെറിഞ്ഞു. അവൻ തന്നെ ബാറ്റിംഗും ചെയ്തു. എന്നിട്ട് അവൻ തന്നെ ഫീൽഡിംഗും ചെയ്തു. പെട്ടെന്ന് ആരും പുറകിൽ നിന്നും കൈ തട്ടുന്ന ശബ്ദം കേട്ടു. അർജുൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരെന്നറിയാത്ത ഒരു വ്യക്തി അവനെ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. നിന്റെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയും. ഞാനൊരു ക്രിക്കറ്റ് കോച്ചാണ്. സത്യം പറയണമെങ്കിൽ നീ നന്നായിട്ട് കളിക്കുന്നുണ്ട്. നിനക്ക് ഒരു നല്ല കോച്ചിങ് മാത്രമാണ് ആവശ്യമുണ്ട്. അർജുന്റെ മുഖത്ത് വിശ്വാസം എന്ന ഒരു ചെറിയ വെളിച്ചം കാണപ്പെട്ടു. ഒരു പക്ഷേ നിനക്ക് നല്ല ട്രെയിനിങ് കിട്ടിയാൽ ഞാൻ പറയുന്നത് വിശ്വസിക്ക്. ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നെ എതിർത്ത് ആരെ കൊണ്ടും ആടാൻ പറ്റില്ല. നീ ഒരു പ്രൊഫഷണൽ പ്ലെയർ ആവാനുള്ള എല്ലാ അർഹതയും നിനക്കുണ്ട്. പക്ഷേ അടുത്ത ക്ഷണം തന്നെ അർജുന്റെ മുഖം വീണ്ടും വാടിപ്പോയി. പക്ഷേ കോച്ചിങ് എടുക്കാനായിട്ട് എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ. അപ്പോഴാണ് കോച്ച് ചിരിച്ചത്.
ഒരുപാട് അധ്വാനിക്കുന്ന പ്ലേയേഴ്സ് കുറിച്ച് മാത്രമാണ് ഞാൻ ആലോചിക്കും. നിന്റെ അധ്വാനമാണ് നിന്റെ ഫ്രീസ്. ഞാൻ നിനക്ക് ക്രിക്കറ്റ് ടെക്നിക്സ് എല്ലാം പഠിപ്പിച്ചു തരാം. ബാറ്റിങ്ങിൻ്റെ ടൈമിംഗ്, ഫുഡ് ഫോക്കസ്, ബാലൻസ്, ഷോട്ട്സിൻ്റെ ടെക്നിക്സ്, പിന്നെ ക്യാച്ച് ചെയ്യുന്ന കല. ഒരുപക്ഷെ ഒരുപാട് നീ അധ്വാനിച്ചാൽ പിന്നെ ഒരു ദിവസം ഈ ഗ്രൗണ്ടിൽ നീ നന്നായിട്ട് കളിക്കും. എല്ലാവരും നിന്നെ ആലോചിച്ച് സന്തോഷിക്കും. ഇത് നേരാണോ? നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ആ, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നാളെ രാവിലെ ശരിയായിട്ട് 4 മണിക്ക് നീ ഗ്രൗണ്ടിലേക്ക് വരണം. അർജുന്റെ കണ്ണുകൾ വീണ്ടും പ്രകാശിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ 3:30 മണിക്ക് അർജുൻ ഗ്രൗണ്ടിൽ വന്നെത്തി. അവന്റെ ആഗ്രഹം കണ്ട് കോച്ച് ചിരിക്കാൻ തുടങ്ങി. വളരെ അത്ഭുതമുണ്ട് അർജുൻ. നിന്റെ പങ്ക്ച്വാലിറ്റിയാണ് നിന്നെ മുൻപിലേക്ക് കൊണ്ടുപോകും. കോച്ചിങ് ആരംഭിച്ചു. ബാറ്റ് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഗ്രിപ്പിനെ ലൂസായിട്ട് വിട്. ബാറ്റിന്റെ ഫേസ് നേരായിട്ടുണ്ടാവണം. ബോൾ വരുമ്പോൾ നിന്റെ ബലം കൊണ്ട് മാത്രമല്ല, ടൈമിങ്ങിൽ കളിക്കണം. അർജുൻ വളരെ ശ്രദ്ധിച്ചു പഠിക്കുകയായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട് ഫുട്ടിനെ മുൻപിലേക്ക് കൊണ്ടുപോവാ. നിന്റെ കാഴ്ച ബോളിലാണ് ഇരിക്കണം. പിന്നെ ഷോട്ടിനെ നേരായിട്ട് അടിക്കേ. അർജുനും അതുപോലെ ചെയ്തു. ബോൾ നേരെ ബൗണ്ടറിയെ നോക്കി ചെന്നു. സബാഷ്, ഇതാണ് ശരിയുള്ള ടെക്നിക്. പിന്നെ കോച്ച് അവനെ ബോളിംഗ് അറിയാൻ പഠിപ്പിച്ചു. ബോൾ ത്രോ ചെയ്യുമ്പോൾ കൈ മാത്രമല്ല, മുഴുവൻ ബോഡിയും ബാലൻസ് ആയിട്ട് വർക്ക് ചെയ്യണം. കൈ നേരിട്ട് വെക്ക്, ഷോൾഡർ നേരിട്ട് വെക്ക്, പിന്നെ മണിക്കെട്ടിനെ ഉപയോഗിക്ക്. അർജുൻ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു പഠിച്ചു. കുറച്ച് ദിവസത്തിനകം അവന് ക്രിക്കറ്റിനോട് വല്ലാത്തൊരു താല്പര്യമുണ്ടായി. ബോൾ എറിയാൻ അവൻ നന്നായി പഠിച്ചു. പിന്നെ ഫീൽഡിംഗ് ചെയ്യാനും അവൻ പഠിച്ചു. പതുക്കെ പതുക്കെ അർജുന്റെ കളി തന്നെ മാറാൻ തുടങ്ങി. ഇപ്പോൾ അവൻ ഗ്രാമത്തിന്റെ പ്ലെയർ മാത്രമല്ല, ഒരു വളർന്നു വരുന്ന കഴിവുള്ള ക്രിക്കറ്ററായി അവൻ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അവന്റെ അധ്വാനം ബലം നൽകാൻ ആരംഭിച്ചു. ഒരുപാട് ദിവസത്തെ കഠിനമായ പ്രാക്ടീസിന് ശേഷം ക്രിക്കറ്റ് കളിക്കുന്നതിൽ അവനൊരു ആത്മവിശ്വാസം ഉണ്ടായി. പിന്നെ അവന്റെ ഓരോ സ്ട്രോക്കിലും ടെക്നിക്ക് കാണാൻ സാധിച്ചു. അർജുൻ, നീ ഇപ്പോൾ മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട്. എനിക്ക് മുഴുവൻ വിശ്വാസമുണ്ട്. നീ ഏ ടീമിൽ സെലക്ട് ആയാലും ആ ടീം വിജയിക്കുന്നത് ആരെ കൊണ്ട് തടയാൻ പറ്റില്ല. ഇത് കേട്ടതും അർജുന്റെ മുഖത്ത് ചിരി വന്നു. പക്ഷെ അടുത്ത ക്ഷണം തന്നെ അവൻ വിഷമത്തിലായി. സർ, എൻ്റെ ഗ്രാമത്തിൻ്റെ IPL ടീമിൽ സെലക്ട് ആവണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ തലവൻ സാറും ഗണേഷും എന്നെ തീർച്ചയായിട്ടും ടീമിൽ ചേർക്കില്ല. അതിനെ ആലോചിച്ച് നീ വിഷമിക്കണ്ട. നാളെ ഞാൻ നിന്നോടൊപ്പം വരാം. ഗണേഷ്, അർജുനെ നിന്റെ ടീമിൽ ചേർത്തോളൂ. ഒരുപക്ഷെ അർജുൻ നിങ്ങളുടെ ടീമിലിരുന്നാൽ പിന്നെ നിങ്ങളുടെ ടീമിനെ ആരെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല. നിന്റെ വിക്ടറി നിശ്ചയമാണ്. പിന്നെ നിന്റെ ഗ്രാമത്തിനെ ആരെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല. ഇവൻ മുൻപ് തന്നെ വന്നു. അപ്പോഴും ഞാൻ പറ്റില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനക്ക് ഒട്ടും നാണമില്ലേ? വീണ്ടും വീണ്ടും വന്നിരിക്കുന്നു. ഞാൻ അവസാനമായിട്ട് പറയുന്നു, ഞാൻ അർജുനെ എൻ്റെ ടീമിൽ ചേർക്കില്ല. കോച്ചിന്റെ കണ്ണുകളിൽ ദേഷ്യം വന്നു. ഓർമ്മയിൽ വെച്ചോളൂ ഗണേഷ്, നീ ഒരു നല്ല പ്ലെയറിനെ കുറച്ച് സമയത്തിന് തടയാൻ പറ്റും. പക്ഷേ അവൻ്റെ അകത്തിരിക്കുന്ന ടാലന്റിനെ എവറിനെ കൊണ്ടും തടയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു ദിവസം അർജുൻ നിനക്ക് ആവശ്യപ്പെടും. കോച്ച് അർജുനെയും കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. നല്ല കാര്യമാണ്. നീ അവനെ നമ്മളുടെ ടീമിൽ ചേർക്കില്ല. ഞാൻ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ദിവസവും 4 മണിക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. ഒരുപക്ഷെ അവൻ നിന്റെ ടീമിൽ വന്നാൽ പിന്നെ എല്ലാ പുകഴും അവനെ തന്നെ ചേരും. അതുകൊണ്ടാണ് ഞാൻ അവനെ ടീമിൽ ചേർക്കാത്തത് അച്ഛാ. നമ്മളുടെ മെയിൻ പ്ലെയർ എവിടെ ഉണ്ട്? അവൻ നമ്മുടെ ഗ്രാമത്തെ വിട്ട് എപ്പോഴോ പോയിട്ടുണ്ട്. എന്ത്? ഒരുപക്ഷെ അവൻ പോയാൽ നമ്മൾ എങ്ങനെ മാച്ച് ജയിക്കാനാ? അവൻ്റെ കൊച്ചമ്മയുടെ മകൾക്ക് കല്യാണമത്രേ. അവൻ പറയുന്നു അവൻ്റെ ഭാവി ഗ്രാമത്തിൻ്റെ IPL-ലല്ല, സിറ്റിയിലിരിക്കുന്ന വലിയ ഗ്രൗണ്ടിൽ ഇന്റർനാഷണൽ IPL-ൽ ഇരിക്കുന്നു പറയുന്നു. അച്ഛാ, ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഇപ്പോൾ ഒരു വഴി മാത്രമാണ് ഉള്ളത്. അർജുനെ തീർച്ചയായിട്ടും നമ്മളുടെ ടീമിൽ എടുക്കണം. അർജുൻ, ഞാൻ നിന്നെ എൻ്റെ ടീമിൽ ചേർക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ പ്ലെയർ ഞങ്ങളുടെ ടീമിനെ വിട്ടിട്ട് പോയിട്ടുണ്ട്. അവൻ അല്ലാതെ മാച്ച് ജയിക്കുന്നത് വളരെ കഷ്ടമാണ്. അർജുന്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. പക്ഷേ ഓർമ്മിച്ചോളൂ, നീ എത്ര നന്നായിട്ട് ആടിയാലും പേര് മാത്രം എനിക്ക് മാത്രമാണ്. അർജുൻ മിണ്ടാതെ നിന്നു. മാച്ചിന്റെ ദിവസവും വന്നെത്തി. ഗ്രാമം മുഴുവൻ ഗ്രൗണ്ടിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. 4 ടീമുകളുടെ ഇടയിൽ മാച്ച് തുടങ്ങി. ആദ്യത്തെ ടീം 20 ഓവറിൽ 132 റണ്ണെടുത്തു. മറ്റൊരു ടീം 140 റണ്ണെടുത്തു. ഇപ്പോൾ അടുത്തത് ഗണേഷിന്റെ ടീമാണ്. ഗണേഷ് തുടർന്ന് നന്നായി കളിക്കുകയായിരുന്നു. അവൻ 6ഉം 4ഉം ഒരുപാട് അടിക്കുകയായിരുന്നു.
പക്ഷെ ഒരു തെറ്റായ റൺ ഓടിയത് കാരണം ഗണേഷ് ഔട്ടായി. ഇപ്പോൾ മുഴുവൻ ടീമിന്റെ വിശ്വാസവും അർജുന്റെ പുറത്തായിരുന്നു. നിന്നെ കൊണ്ട് പറ്റും അർജുൻ. അർജുൻ ദീർഘശ്വാസം വലിച്ചു. ഇപ്പോൾ അവൻ കളിക്കാൻ റെഡിയായി. ഇപ്പോൾ ടീം ജയിക്കാൻ 12 ബോളിൽ 18 റൺ ആവശ്യമുണ്ടായിരുന്നു. അർജുൻ കോച്ച് പറഞ്ഞതെല്ലാം ഓർമ്മയിലെടുത്തു. ടൈമിങ്ങിനെ വിശ്വസിക്ക്, ബലത്തിനെ അല്ല. ആദ്യത്തെ ബോൾ 4, രണ്ടാമത്തെ ബോൾ 2 റൺ, മൂന്നാമത്തെ ബോളിൽ അത്ഭുതകരമായ സിക്സർ. ആ ഗ്രൗണ്ടിലുള്ള എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവസാനത്തെ ബോളിൽ ഒരേ ഒരു റൺ ആവശ്യമായിരുന്നു. അർജുൻ വളരെ പതുക്കെ ബോൾ അടിച്ചു. അങ്ങനെ ടീം ജയിച്ചു. ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് കൗൺസിലർ ടീമിന്റെ വിജയം പ്രഖ്യാപിച്ചു. ഈ പ്രാവശ്യം ഗ്രാമത്തെ IPL-ൽ വിജയിച്ച ടീം എന്താണെന്ന് വെച്ചാൽ ഗണേഷ് 11. അർജുനെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഈ വിജയത്തിനെ അടഞ്ഞത് ഞാൻ ഒരുത്തർ മാത്രമല്ല, ഇത് ഞങ്ങളുടെ ഗ്രാമത്തലവന്റെ വെற்றிയാണ്. പിന്നെ ഗണേശിന്റെ വിജയമാണ്. ഒരുപക്ഷെ അവർ എന്നെ ടീമിൽ ചേർക്കാതിരുന്നാൽ എനിക്ക് ഗ്രൗണ്ടിൽ ആടാനുള്ള അവകാശം കിട്ടിയില്ലായിരുന്നു. ഇത് കേട്ടതും ഗണേശിന്റെ കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അർജുൻ, ഞങ്ങളെ ക്ഷമിച്ചേക്കൂ. ഞാനും എൻ്റെ അച്ഛനും എപ്പോഴും നിന്നെ തടഞ്ഞിരുന്നു. പക്ഷെ നിന്റെ വിജയത്തിന് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നേതാവിന് വളരെ സങ്കടമായി. ഇനി മുതൽ ഈ ട്രോഫി നിന്റേതാണ് അർജുൻ. പിന്നെ നിന്നെ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഗർവം തോന്നുന്നു. അർജുൻ ചിരിച്ചു. അവന്റെ സ്വപ്നം ഇന്നത്തെ ഗ്രൗണ്ടിൽ അത് വിജയിച്ചിരിക്കുകയാണ്. എപ്പോഴും ഒരാളുടെ വിജയം എന്നത് അത് ട്രോഫിയല്ല, അത് ആത്മവിശ്വാസമാണ്. അത് വളരെ മോശമായ വാക്കുകൾ, തടസ്സങ്ങൾ, കളിയാക്കൽ ഇതെല്ലാം നിറഞ്ഞിരുന്നു നശിക്കില്ല. കാരണം യഥാർത്ഥ വീരൻ ആരാണെന്നാൽ കളിക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യനായി വിജയിക്കുന്നവനാണ്.